മടങ്ങി വരുമ്പോൾ PSC കോഴ വീണ്ടും നിയമസഭയിൽ ചർച്ചയാവുകയാണ്. പ്രതിപക്ഷ നേതാവാണ് ഇത് സബ്മിഷനായി ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ ഇതിന് മറുപടി പറയുകയാണ്. മാധ്യമ വാർത്തകളല്ലാതെ ക്രമക്കേട് ഇതുവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം വളരെ പ്രസക്തമാണ്. സംസ്ഥാനത്തെ PSC അംഗമായി നിയമിക്കാൻ കോഴ വാങ്ങുന്നു എന്ന ആരോപണം പ്രതിപക്ഷ നേതാവാണ് സഭയിൽ ഉന്നയിച്ചത്. നമുക്ക് കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ യുവ നേതാവ് പണം കൈപ്പറ്റിയതെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. സംസ്ഥാന പോലീസ് യഥാർത്ഥത്തിൽ ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിട്ടു. പോലീസ് ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല. സാർ, ഇതിപ്പോൾ MLA-മാരുടെയും MP-മാരുടെയും മന്ത്രിമാരുടെയൊക്കെ പേര് പറഞ്ഞ ആളുകൾ ചിലപ്പോൾ തട്ടിപ്പ് നടത്തും. അജ്ഞാതരായിട്ടുള്ള ആളുകളായിരിക്കും, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളായിരിക്കും. പക്ഷെ സാർ, ഇതൊന്നും അങ്ങനെയുള്ള ആളുകളല്ലത്. ഇതൊക്കെ ഇവരുടെ എല്ലാവരുടെയും സന്തത സഹചാരികളും എപ്പോഴും കൂടെ നടക്കുന്ന ആളുകളുമാണ്. അപ്പോഴാണ് ആളുകൾക്ക് വിശ്വാസം വരുന്നത്. അവർ ആരോപണം ഉയർന്നിരിക്കുന്ന ആളുകൾ തെറ്റുകാരാണ് എന്നുള്ള വിധിക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. പക്ഷെ ഇത്തരം ആളുകൾ നിങ്ങളുടെ ഭരണകക്ഷിയായ നിങ്ങളുടെ പാർട്ടിയിലുണ്ട്. നിങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്ന ആളുകളുണ്ട്. ഞാൻ വാർത്ത വായിച്ചത് ശരിയാണെന്ന് എനിക്കറിയില്ല. പൊതുമരാമത്ത് മന്ത്രി തന്നെ പരാതി കൊടുത്ത് ഒരു കോക്കസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സാറെ, കണ്ണൂരുള്ളതുപോലെ തന്നെ ഒരു കോക്കസ് കോഴിക്കോടും പ്രവർത്തിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പ്രമോദ് കോട്ടോളി ഈ ആരോപണ വിധേയനായ CPM നേതാവ് മാധ്യമങ്ങളെ കാണുന്നു കോഴിക്കോട്. സാധാരണ വിഷമം ഉണ്ടാവില്ല. അല്ല, ഉണ്ടെങ്കിലും പരിശോധിക്കട്ടെ, പാർട്ടി പരിശോധിക്കട്ടെ. ഞാൻ ഇപ്പൊ പാർട്ടി യോഗത്തിലേക്കാണ് പോകുന്നത്. എന്തായിട്ട് അറിയില്ല, ഞാൻ പോയി നോക്കട്ടെ. താങ്കൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്താണ് ഇത്തരം ഒരു കാര്യം വരുന്നത്, അങ്ങനെയാണോ? അതായത് ഈ ബാങ്കിൽ പോയിട്ടാണ് ഇപ്പോൾ വരുന്നത് അല്ലേ? അതെ, അത് എന്റെ വ്യക്തിപരമായ കാര്യമില്ല. നമ്മളിപ്പോ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള എനിക്ക് അയാളുടെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിനകത്ത് എന്താ കാര്യമുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ബാങ്കിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ 2020 എടുത്ത ലോണ് അടയ്ക്കാൻ പറ്റിയിട്ട് അത് ജപ്തി നടപടിയിൽ നിൽക്കുകയാണ്. ആ ജപ്തി നടപടിയിൽ നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇന്നലെയും 2 ദിവസമായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ഒരു ആ മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. അതെനിക്ക് അറിയില്ല. ഞാനിപ്പോ പാർട്ടി യോഗത്തിന് പോയിട്ടല്ലേ, സഹകരിക്കും. വെറുതെ അല്ല, എനിക്ക് അറിയാത്തൊരു കാര്യത്തിൽ എന്നോട് ചോദിച്ചിട്ടില്ല ഇതുവരെ. ചോദിക്കാത്തൊരു കാര്യത്തിന് വല്ല ഞാൻ എങ്ങനെ പറയാ? ഞാൻ ഒരു കാര്യം പറയാ, സത്യമായി പറയൂ, കള്ളത്തരം പറയില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചോദിക്കില്ല. അതിൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തമല്ലേ, പാർട്ടിക്ക് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അല്ലേ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? എന്നോട് ചോദിച്ചിട്ടില്ല. ഇങ്ങനെ വിവാദങ്ങൾ വന്ന സാഹചര്യത്തിലും ചോദിച്ചിട്ടൊന്നുമില്ല എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ അതിനെ പറ്റി അറിയില്ല. അറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ എങ്ങനെ പറയാ? പ്രമോദ് കോട്ടൂലിയുടെ പ്രതികരണമാണ് കണ്ടത്. എന്തായാലും പാർട്ടി യോഗത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. സ്വാഭാവികമായും ഗൗരവമായി CPM നേതൃത്വം ഈ വിഷയം പരിഗണിക്കുന്നു. പുറത്തേക്ക് പരാതിക്കാരില്ലെന്ന് അവകാശപ്പെടുമ്പോഴും ഉള്ളിൽ CPM സംഘടനാ തലത്തിൽ ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നു എന്ന് തന്നെയാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ അല്പസമയം മുമ്പ് നടത്തിയ പ്രസ്താവനയും ശ്രദ്ധേയമാണ്. ഇക്കാര്യത്തിൽ സർക്കാർ അന്വേഷണത്തിന് തയ്യാറാണ് എന്നതാണ് സർക്കാർ പറഞ്ഞത്. നമുക്ക് ആദ്യം പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലേക്ക്. നിങ്ങളുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിക്കുന്നു, MLA-യുടെ പേര് പറഞ്ഞ്, മന്ത്രിയുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിച്ചു എന്നുള്ളൊരു പരാതി നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് നിങ്ങളതെന്തേ ഭരണത്ത് കൊണ്ടുവച്ചു, ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു? നിങ്ങളത് പോലീസ് കൊടുക്കണ്ടേ? ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ? ഗൗരവതരമായിട്ടുള്ള കാര്യമല്ലേ? സാർ, അടിയന്തരമായി നടപടി സ്വീകരിച്ച് PSC അംഗങ്ങളെ നിയമിക്കുമ്പോൾ സുതാര്യത ഉറപ്പുവരുത്തുന്ന കാര്യം സർക്കാർ ഉറപ്പുവരുത്തണം. ഇതിൽ അടിയന്തരമായ അന്വേഷണം നടത്തി FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിന്റെ പുറകിൽ ഇത്തരം കോക്കസുകൾ പല രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ സബ്മിഷൻ ആയതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. അടിയന്തരമായിട്ടുള്ള അന്വേഷണം ഏർപ്പെടുത്തണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നത് പൊതുവെ അംഗീകരിക്കപ്പെട്ടതാണ്.
ഭരണഘടനാ സ്ഥാപനമായ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും നിയമനം 1957 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കോമ്പസിഷൻ ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് സ്റ്റാഫ് റെഗുലേഷൻസ് പ്രകാരമാണ്. അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാര്യത്തിൽ മന്ത്രിസഭ പരിഗണിച്ച് നൽകുന്ന ശുപാർശകളിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ അംഗീകാരത്തോടെയാണ് നിയമനം നടത്തുക. കുറ്റമറ്റതും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് പബ്ലിക് സർവീസുകളിലേക്കുള്ള നിയമനങ്ങൾ കമ്മീഷൻ നടത്തുന്നത്. ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം കമ്മീഷൻ അതിൻ്റെ കർത്തവ്യങ്ങൾ കാര്യക്ഷമതയോടെ നിർവഹിച്ചു വരികയാണ്. അത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിർഭാഗ്യകരമാണ്. PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാധ്യമ വാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സർ, ഇവിടെ PSC അംഗങ്ങളുടെ നിരയെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൽ 1956 ശേഷം പ്രവർത്തിക്കുന്ന PSCയിൽ 1982 9 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 9 അംഗങ്ങൾ 1983 13 അംഗങ്ങളായി മാറുന്നത്. 1984 അത് 15 അംഗങ്ങളായി. സർ, പിന്നീടൊരു മാറ്റം വരുന്നത് 2005 അത് 18. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. മുഖ്യമന്ത്രി എന്തായാലും ഇക്കാര്യത്തിൽ പാർട്ടി അന്വേഷണം ഉണ്ടാകും, സർക്കാർ തലത്തിൽ അന്വേഷണം ഉണ്ടാകും. പ്രതിപക്ഷം അന്വേഷണം ആവശ്യം ഉന്നയിച്ചു. ഇതിൽ അന്വേഷണം ഉണ്ടാകുമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നത്. ഒത്തുതീർപ്പിനില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത് കോൺഗ്രസിൻ്റെയും രീതിയും ശൈലിയുമാണ്. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും സർക്കാരും LDFും ശ്രമിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് ബാധകമല്ല. ആരുടെ ഭാഗത്ത് തെറ്റുണ്ടായാലും കർശന നടപടി എന്നതാണ് സർക്കാർ നടപടിയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ പ്രതിപക്ഷം പറയുന്നത് പരാതി ഒത്തുതീർപ്പാക്കാനാണ് സർക്കാരിന്റെ ശ്രമം എന്ന ആരോപണമാണ്. അംഗങ്ങൾ വേണ്ടതുണ്ടോ എന്നൊരു പരിശോധന സ്വാഭാവികമായിട്ടും നടത്തി. അപ്പോൾ നടന്നു വന്നിരിക്കുകയാണ്, യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നു എന്നെല്ലാമുള്ള വാദഗതികൾ വന്നപ്പോൾ ഞങ്ങളത് അംഗീകരിച്ചു കൊടുക്കുന്ന നിലയാണുണ്ടായത്. ഞങ്ങളേതെങ്കിലും ഒരാളുടെ എണ്ണവും ഒരു ഘട്ടത്തിലും വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. സർ, ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് PSC പൊതുവിൽ നിയമിക്കപ്പെടുന്നവരെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളൊന്നും ഉയർന്നു വന്നിരുന്നില്ല എന്നതാണ് വസ്തുത. എന്നാൽ നാം ഓർക്കേണ്ട കാര്യം 2004 ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം അന്ന് ഉയർന്നു വന്നിരുന്നു. ആ ഉയർന്നു വന്ന വിവാദത്തിൽ അന്തരിച്ചുപോയ K. കരുണാകരൻ, ഉമ്മൻചാണ്ടി, ആര്യാടൻ മുഹമ്മദ്, വക്കം പുരുഷോത്തമൻ ഇവരുടെയെല്ലാം പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. സർ, ഇവിടെ നിയതമായ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് PSC അംഗങ്ങളെ നിയമിക്കുന്നത്. സർവദാ യോഗ്യരായ ഇത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കാൻ അർഹതയുള്ള ആളുകളെ മാത്രം നിശ്ചയിക്കുക എന്ന രീതിയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതികളോ ദുസ്വാധീനങ്ങളോ ഉണ്ടാകുന്നില്ല എന്നത് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. സർ, അതുകൊണ്ട് തന്നെ ഇതേവരെയുള്ള PSCയുടെ പ്രവർത്തനമെടുത്ത് പരിശോധിച്ചാൽ നിയമിക്കപ്പെട്ട PSC അംഗങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമോ PSC അംഗങ്ങളുടെ നിയമനത്തെക്കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ ഉയർന്നു വന്നിട്ടില്ല എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഭരണഘടന ഉറപ്പു നൽകുന്ന തരത്തിൽ തന്നെ കൃത്യമായ ചുമതല ഇവർ നിറവേറ്റുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്നീ പ്രശ്നം ഇവിടെ ഉന്നയിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനിക്കുന്ന ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു
അഡ്വക്കറ്റ് കൂടിയാണ് എന്തുകൊണ്ട് ഇതിനൊരു ഉപോത്ബലകമായി ഒരു വസ്തുതകൾ വേണമല്ലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് 8:21 നമ്മുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. സർ, അതാണ് ആദ്യമായി കിട്ടിയ ഒരു പരാതി. അത് പരാതി ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പരാതി വേണമല്ലോ എന്ന് കൃത്യമായി ധാരണയോടുകൂടി തയ്യാറാക്കിയതാണ് എന്ന് ആർക്കും ഇതൊക്കെ ഉയർന്നു വന്ന പരാതിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണെങ്കിൽ ആ കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഗൗരവമായ അന്വേഷണവും നടത്താൻ സർക്കാർ സന്നദ്ധമാവും. ഒരു തരത്തിലുള്ള വഴിവിട്ട നടപടികളും ഇവിടെ അംഗീകരിക്കപ്പെടുകയോ അത് വകവെച്ചു കൊടുക്കുകയോ ചെയ്യില്ല. ഇതാണ് സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ ഒരാശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. തട്ടിപ്പുകൾ നാട്ടിൽ പലതരത്തിൽ നടത്താറുണ്ട്. പലരും തട്ടിപ്പുകൾ നടത്താൻ തയ്യാറാകാറുമുണ്ട്. ആ തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ആ നടപടിക്ക് സർക്കാർ തയ്യാറാണ്. അത് കടുത്ത നടപടിക്ക് തന്നെ തയ്യാറാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവുകയുമില്ല. ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ PSCയെ ഇതിൻ്റെ ഭാഗമായി കരിവാരിത്തേക്കാൻ ശ്രമിക്കരുത്. ശ്രീ രമേശ് ചെന്നിത്തല, പ്ലീസ് പ്ലീസ് പ്ലീസ്. അങ്ങ് വാക്കൗട്ട് പ്രസംഗമല്ലേ? പ്ലീസ് പ്ലീസ് സർ, വാക്കൗട്ട് പ്രസംഗം. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്ലീസ് വാക്കൗട്ട് പ്രസംഗമാണ്. വാക്കൗട്ട് പ്രസംഗമാണ്. പ്രസംഗമാണ്. അദ്ദേഹം വാക്കൗട്ട് പ്രസംഗമാണ്. ഇരിക്കൂ. അദ്ദേഹം വാക്കൗട്ട് പ്രസംഗം വാക്കൗട്ട് ചെയ്യാണ്. വാക്കൗട്ട് പ്രസംഗമാണ്. ഇരിക്കൂ 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 ഇരിക്കൂ. അദ്ദേഹം വാക്കൗട്ട് പ്രസംഗമാണ്. വാക്കൗട്ട് പ്രസംഗമാണ്. പ്രതിപക്ഷ നേതാവ് വാക്കൗട്ട് പ്രസംഗമാണ്. നിർത്തി ഇരിക്കൂ ഇരിക്കൂ പ്ലീസ്. ഇരിക്കൂ പ്ലീസ്. വാക്കൗട്ട് പ്രസംഗമാണ്. വാക്കൗട്ട് പ്രസംഗമാണ് ഇത്. വാക്കൗട്ട് പ്രസംഗമാണ് ഇത്. ഇരിക്കൂ പ്ലീസ്. അങ്ങ് പ്രസംഗിക്കൂ പ്ലീസ്. സർ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിക്ക് ഈ സഭയിലെ പ്രസിഡന്റ് അറിയാത്തതുകൊണ്ടാണ് ശ്രീ VS അച്യുതാനന്ദൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ സബ്മിഷനിൽ ഇവിടെ വോക്കൗട്ട് നടത്തിയ പ്രസിഡൻസ് ഉണ്ട്. അത് എല്ലാ സ്പീക്കർമാരും ഇവിടെ ഒരാളെ അനുവദിക്കുള്ളൂ. ബാക്കിയുള്ള കക്ഷി നേതാക്കളെ അനുവദിക്കില്ല. അങ്ങ് പുതിയ ആളായതുകൊണ്ട് അങ്ങേക്ക് അറിയില്ലാത്തതുകൊണ്ടാഞ്ഞിട്ടാണ്. സർ, ഞാൻ പറയാനുള്ളത് അന്വേഷിച്ച് നോക്ക്. നിങ്ങൾക്ക് അറിയില്ലാഞ്ഞിട്ടാണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇരിക്കും. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗുരുതരമായ ഒരു ആരോപണം എനിക്കെതിരായിട്ട് ഉന്നയിച്ചു. അതായത് എനിക്ക് ഈ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ 8:21 യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയെ കൊണ്ട് പരാതി. ഞാനത് അറിഞ്ഞിട്ടില്ല, എൻ്റെ അറിവോടുകൂടിയല്ല പരാതി. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പോലീസ് എന്തിനാണ് ഈ ഡോക്ടർ ദമ്പതികളുടെ മൊഴിയെടുത്തത് ഇന്നലെ? 1. 2, അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി MLA കൂടിയായ ശ്രീ MV ഗോവിന്ദൻ ഈ ആരോപണം പാർട്ടിയും സർക്കാരും പരിശോധിക്കും എന്ന് പറഞ്ഞത്? അപ്പൊ നിങ്ങളിപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഗുരുതരമായ കുറ്റമാണ്. അങ്ങാണ് PSCയെ കരിവാരിത്തേപ്പിച്ച് PSCയുടെ ക്രെഡിബിലിറ്റി ഇവരെ സംഘടിപ്പിക്കുന്നത്. കാശ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ പാർട്ടിക്കാർ വാങ്ങിച്ചിട്ട് നിങ്ങൾ അവരെ ശക്തിയായി പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നു. UDF അംഗം. ശ്രീ PK. യെസ്, അതാണ് സഭയിൽ ഉണ്ടായ സംഭവങ്ങൾ. PSC കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭയിൽ നടന്ന നടപടിക്രമങ്ങളാണ് നമ്മൾ കണ്ടത്. സബ്മിഷനിലൂടെ പ്രതിപക്ഷ നേതാവ് വിഷയം ഉന്നയിക്കുന്നു. പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ വലിയ ആരോപണമാണ് ഉന്നയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടി, ഇതിൽ ഔദ്യോഗിക പരാതികളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ 8:21 മുമ്പ് വരെ 8:21 ഒരു യൂത്ത് കോൺഗ്രസുകാരന്റെ ഇമെയിൽ പരാതി ലഭിക്കുന്നു. അത് മാത്രമാണ് ഔദ്യോഗിക നടപടി. മറ്റൊന്നും സർക്കാരിന് മറച്ചു വെക്കാനില്ല. കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയി എന്നതാണ് മുഖ്യമന്ത്രിയും സഭയിൽ വ്യക്തമാക്കിയത്. പക്ഷേ എന്തിന് ഈ കാര്യങ്ങൾ നടന്നാൽ ആ തെറ്റിനെതിരെ അത് ആരുടെ ഭാഗത്തുണ്ടായാലും കർക്കശമായ നടപടിയെടുക്കുക
എന്നതാണ് സർക്കാർ സ്വീകരിച്ച ഒരു നിലപാട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി രീതി വെച്ചും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ചും അത് മറ്റുള്ളവരിലേക്ക് ആക്ഷേപിക്കുന്ന രീതി സ്വീകരിക്കാൻ പാടില്ല. അതൊക്കെ കോൺഗ്രസിൻ്റെ രീതിയാണ്, കോൺഗ്രസിൻ്റെ ശൈലിയാണ്, കോൺഗ്രസ്സിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതൊന്നും ഞങ്ങൾക്കോ LDFനോ ഈ സർക്കാരിനോ ബാധകമായിട്ടുള്ളതല്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല. അതാണ് സബ്മിഷനിൽ പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ മറുപടി. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും എന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഔദ്യോഗിക പരാതികൾ ഇപ്പോൾ മാത്രമുണ്ടായി എന്നതും മുഖ്യമന്ത്രി സർക്കാർ തലത്തിൽ വിശദീകരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ട് വിദേശ തട്ടിപ്പുകാർ അവരുടെ അന്യരാജ്യങ്ങളിലേക്ക് കടത്തി മനുഷ്യക്കടത്തിനും ഓൺലൈൻ തട്ടിപ്പുകൾക്കും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ദുരുപയോഗപ്പെടുത്തുന്ന സംഭവങ്ങൾ ദൈനംദിനം വർദ്ധിച്ചു വരികയാണ്. സാർ, നിരവധി ദൃശ്യമാധ്യമങ്ങളിൽ അടക്കം ഈ സംബന്ധിച്ച റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സാർ, ഏഷ്യാനെറ്റിൽ ഒരു പരമ്പര വന്നിരുന്നു സാർ, ചതി ചൈനയിലൂടെ. റിപ്പോർട്ടർ എസ് അരുൺകുമാർ കൊണ്ടുവന്ന ഒരു വാർത്തയാണ്. വിദേശ രാജ്യങ്ങളിലെ കോൾ സെൻ്ററുകളിലേക്കാണ് കേരളത്തിലെ യുവതിയുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത്. അവിടെ എത്തപ്പെടുന്ന മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാർ തട്ടിപ്പുകൾ ആസൂത്രണം ചെയ്യുന്നതായി പുറത്തു വന്നുള്ള റിപ്പോർട്ട്. നിയമസഭയിൽ സബ്മിഷനിലൂടെ പ്രതിപക്ഷം PSC കോഴ വിവാദം ഉന്നയിച്ചു എന്നതാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായ ചിത്രം. PSC കോഴ വിവാദത്തിൽ ഇതുവരെയുള്ള സാഹചര്യം ഇതാണ്. CPMന്റെ പ്രാദേശിക നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപമുയരുന്നു. പാർട്ടി അത് നിഷേധിക്കുന്നു. ഇന്ന് രാവിലെ CPMന്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വം അടക്കം വിശദീകരിച്ചത് ഇങ്ങനെ ഒരു പരാതിയില്ല എന്നതാണ്. പ്രമോദ് കോട്ടൂളിയുടെയും വാക്കുകൾ, തനിക്ക് പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹം പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്, പാർട്ടി ആവശ്യപ്പെട്ടാൽ വിശദീകരണം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നിയമസഭയിലേക്ക് വരുമ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ഇത് സബ്മിഷനിലൂടെ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടി, ഒടുവിൽ അതിൽ തൃപ്തിയാവാതെ പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടും. ഇതാണ് ഇതുവരെ നമ്മൾ കണ്ട ചിത്രം. എന്താണിന്ന് നിയമസഭയിൽ സ്വീകരിച്ചത്, സർക്കാർ സ്വീകരിക്കാൻ പോണ തുടർ നിലപാടുകൾ എന്ത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. VV അരുൺ നമുക്കൊപ്പമുണ്ട്. അരുൺ, സഭയിൽ കണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളും മുഖ്യമന്ത്രിയുടെ വാക്കുകളും നമ്മൾ കേട്ടുകഴിഞ്ഞു. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം ഔദ്യോഗികമായ പരാതി ഇല്ലെങ്കിൽ പിന്നെ എന്തിന് ഈ ഡോക്ടർ ദമ്പതിമാരുടെ മൊഴി പോലീസ് നേരത്തെ രേഖപ്പെടുത്തിയെന്ന ചോദ്യമാണ്. പ്രതിപക്ഷ നേതാവ് അത് ഉന്നയിച്ചുകൊണ്ടാണ് വാക്കൌട്ട് നടത്തുന്നത്. സർക്കാരിന്റെ പ്രതിരോധം എങ്ങനെയാണ്? ഇന്ന് നിയമസഭയിൽ ഈ വിവാദത്തിൽ കണ്ട രാഷ്ട്രീയ നീക്കം അതെങ്ങനെയായിരുന്നു? തുടർച്ചയായ രണ്ടാം ദിവസവും PSC കോഴ ആരോപണം പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നു. ഇന്നലെ എൻ ഷംസുദ്ദീന്റെ ചോദ്യത്തിനിടയിൽ വന്നതെങ്കിൽ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ സബ്മിഷനായി വിഷയം സഭയിൽ ഉന്നയിക്കുകയായിരുന്നു. വലിയ രീതിയിൽ, അതായത് PSC അംഗത്വം ലേലത്തിന് വച്ചിരിക്കുകയാണ് ഇടതുമുന്നണി എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഈ ആരോപണത്തിന് പിന്നിൽ, അല്ലെങ്കിൽ അവരുമായി പൊതുമരാമത്ത് മന്ത്രിയുടെ അടക്കം പേര് പറഞ്ഞുകൊണ്ടാണ് ഈ പണം പിരിച്ചത്. അതിൽ അവരുടെ പങ്ക് ഈ ഘട്ടത്തിൽ ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. പക്ഷേ അവരുമായി ചേർന്ന് നിൽക്കുന്നവരാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ കാര്യമാണ്, അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഒരു തരത്തിലുള്ള ദുസ്വാധീനവും PSC നിയമനങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. സുതാര്യമായാണ് PSC അംഗങ്ങളുടെയും ചെയർമാന്റെയും നിയമനം കാലാകാലങ്ങൾ നടക്കുന്നത്. PSC അംഗങ്ങളുടെ എണ്ണം ഉയർത്തിയതും ഓരോ കാലത്തും അതത് സമയത്തെ UDF സർക്കാരുകളായിരുന്നു. ഒരു തവണ പോലും നിലവിലെ PSC അംഗങ്ങളുടെ എണ്ണം ഈ സർക്കാർ കൂട്ടിയിട്ടില്ല. 2016 ഉള്ള എണ്ണം കുറയ്ക്കാനാണ് ആലോചിച്ചത്. ഏതായാലും ഒരു തരത്തിലുള്ള ദുസ്വാധീനവും PSC അംഗത്വ നിയമനങ്ങളിൽ ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞു. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ ചോദ്യം സബ്മിഷൻ കൊണ്ടുവരുന്ന മുന്നോടിയായി അതിന് ബലമേകാൻ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയെ കൊണ്ട് ഒരു പരാതി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരുന്നു. ഏതായാലും അതുവരെ മറ്റു പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിനെ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയെപ്പറ്റി തനിക്ക് അറിയില്ല. അങ്ങനെ പരാതിയില്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ ഡോക്ടർ ദമ്പതികളുടെ മൊഴി നിങ്ങളുടെ പോലീസ് രേഖപ്പെടുത്തി? എന്തുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ പാർട്ടിയും സർക്കാരും അന്വേഷിക്കുമെന്ന് പറഞ്ഞു? പാർട്ടിക്കുള്ളിൽ അന്വേഷണം നടത്തി ഒത്തുതീർപ്പാക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മാത്രമല്ല, വാങ്ങിയ പണം നൽകി കേസ് ഒത്തുതീർക്കാനുള്ള നെഗോസിയേഷൻ നടക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. അങ്ങനെയാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. മുഖ്യമന്ത്രി ആ ആരോപണവും തള്ളിക്കളഞ്ഞു. ഏതു തരത്തിലുള്ള അന്വേഷണത്തിനും സർക്കാർ തയ്യാറാണ്. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും സർക്കാർ തയ്യാറാകില്ല. അത് ഞങ്ങളുടെ രീതിയോ ശൈലിയോ അല്ല. ഒത്തുതീർപ്പ് കോൺഗ്രസിന്റെ രീതിയും ശൈലിയുമാണ്. ശക്തമായ നടപടി, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. മാധ്യമ വാർത്തകൾ മാത്രമാണ് ഇപ്പോൾ പരാതിയെ മുന്നിലുള്ളത്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതി ലഭിച്ചിട്ടുണ്ട്.
ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാണ്. കടുത്ത നടപടി ഉണ്ടാകുമെന്ന ഉറപ്പും മുഖ്യമന്ത്രി സഭയ്ക്ക് നൽകി. ഏതായാലും പ്രതിപക്ഷം ഈ വിഷയത്തിൽ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഇന്ന് നിയമസഭയിൽ കണ്ടത് ഇതാണ്. PSC കോഴ വിവാദം CPM-നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ വിവാദം പരസ്യമായി ഉന്നയിക്കപ്പെടാതെ പരിഹാരം തേടാനാണ് CPM ശ്രമിക്കുന്നത്. പരാതി ഇക്കാര്യത്തിലില്ല എന്നതാണ് CPM ഉന്നയിക്കുന്ന നിലപാട്. പ്രാദേശിക തലത്തിലും പാർട്ടി തലത്തിലുമൊന്നും ഇക്കാര്യത്തിൽ നടപടിയോ നീക്കങ്ങളോ ഇല്ലെന്ന് CPM വിശദീകരിക്കുമ്പോഴും നിയമസഭയിൽ ഇത് ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെയും CPM-നെയും പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷവും നീക്കം നടത്തും.